വിഷുവിന് ഉണ്ണിക്കണ്ണനെ കണി കണ്ടുണരുക എന്നത് ഏതൊരു മലയാളിയുടെയും ആഗ്രഹമാണ്. ഉണ്ണിക്കണ്ണൻ ഏത് ഭാവത്തിലിരുന്നാലും കണ്ണനെ കണ്ണനായി കണി കാണുക, അത് ആ കണി ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ആ കണി ദർശനം ഏതൊരു മലയാളിയെയും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഈ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രങ്ങൾ അതുകൊണ്ട് തന്നെ വിഷുദിനത്തിൽ വളരെയധികം ശ്രദ്ധ ആകർഷിക്കുകയും വളരെ തിരക്കുള്ള ദിവസമാവുകയും ചെയ്യും. ഞാനിന്ന് തിരുവനന്തപുരം അമ്പലമുക്കിലുള്ള പേരൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ്. ഈ അമ്പലമുക്കിന് ആ പേര് വരാൻ കാരണമായ ക്ഷേത്രമാണ് ഈ പേരൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. നമ്മൾ ഈ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ ഉരുളിയിൽ ഇതുപോലെ ഈ മഞ്ചാടിക്കുരു ഇങ്ങനെ പറക്കി വെച്ചിരിക്കുന്നത് കാണാം. ഈ നിരത്തി ഇങ്ങനെ മഞ്ചാടിക്കുരു നിറച്ച് വെച്ചിരിക്കും. ഒരിക്കൽ ഞാനൊരു അമ്പലത്തിൽ പോയി ഈ മഞ്ചാടിക്കുരു വാരിയപ്പം എന്നോട് പറഞ്ഞത് കുരുത്തക്കേട് കൂടും, മഞ്ചാടിക്കുരു വാരാൻ പാടില്ല എന്നാണ്. ശരിക്കും മഞ്ചാടിക്കുരുവിൻ്റെ ഐതിഹ്യം എന്താണ്? എന്തുകൊണ്ടാണ് ഈ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ മഞ്ചാടിക്കുരു ഇങ്ങനെ വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് ഈ ക്ഷേത്രത്തിലെ ഭാരവാഹികളോട് തന്നെ ചോദിക്കാം. ശരിക്കും ഞാൻ ഒരു ക്ഷേത്രത്തിൽ പോയപ്പോൾ ഇതുപോലെ മഞ്ചാടിക്കുരു വാരിയപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞത് കുരുത്തക്കേട് കൂടും, മഞ്ചാടിക്കുരു വാരാൻ പാടില്ലായിരുന്നു പറഞ്ഞു. ശരിക്കും എന്താണ് ഈ മഞ്ചാടിക്കുരുവിൻ്റെ ഒരു ഐതിഹ്യം? മഞ്ചാടിക്കുരു എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ആനന്ദ നൃത്തം ചെയ്യുന്ന സാധനമാണ്. ഭഗവാന്റെ ഏറ്റവും കൂടുതൽ ആനന്ദ നൃത്തം മഞ്ചാടിയിൽ നിന്നാണ്, മഞ്ചാടിക്കുരു നിന്നാണ്. പിന്നെ ഇത് കുഞ്ഞുങ്ങൾക്ക്, ശ്രീകൃഷ്ണ ഭഗവാനും കുട്ടികൾക്കും ഇത് കളിക്കാനുള്ള സാധനമാണ് മഞ്ചാടിക്കുരു. പിന്നെ എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞിട്ട് ഈ വാതരോഗം തീർക്കുന്നതാണ് ഗുരുവായൂരപ്പൻ. ഒരു ആളിവിടെ വന്നിങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇതിൽ തൊടാൻ പറ്റുന്നില്ല, അവരിങ്ങനെ നിന്ന് ഞാൻ പറഞ്ഞ് നിങ്ങൾ ഇതിൽ വാരുക. അവർ 3 പ്രാവശ്യം ഇങ്ങനെ കൈ പിടിച്ച് കൂടെ വന്ന ആളിങ്ങനെ വാരി ഞാൻ പറഞ്ഞു കുറച്ച് ദിവസം നിങ്ങൾ ചെയ്യുക. ഇപ്പം അത് കഴിഞ്ഞിട്ട് അവർ കുറേ ദിവസം വന്ന് മാറിയപ്പോൾ അവർ കുറേ കൈ കുറച്ചുകൂടെ നീണ്ടു വന്നു. അപ്പോൾ അതാണ് ഈ മഞ്ചാടിക്കുരുവിൻ്റെ പ്രത്യേകത. രോഗശാന്തിയും നൽകുന്ന ഒരു 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 പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതിൽ വന്ന് നമ്മൾ ഇതിൽ വാരി കളിക്കുമ്പോൾ വാതാരോഗം മാറ്റുന്ന ആളാണ് ഭഗവാൻ ശ്രീകൃഷ്ണ ഗുരുവായൂരപ്പൻ. അതിൻ്റെ ഐതിഹ്യമായിട്ടാണ് ഇത് നമ്മൾ മഞ്ചാടിക്കുരു വാരുന്നത്. നമുക്കുള്ള ഇങ്ങനെയൊക്കെ കൈ പിടിച്ച് വന്ന് നമ്മൾ കൈ നിവർത്തി ഇങ്ങനെ വാരിക്കൊണ്ടിരുന്ന നമ്മുടെ അസുഖങ്ങൾ പൂർണ്ണമായി മാറുന്ന സത്യത്തിൽ ഇവിടെ ഭഗവാന്റെ അടുത്ത് പറയുന്നു. ഓക്കെ, ഈ കൂട്ടത്തിൽ പ്രായമുള്ളൊരു ആളാണ്, ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ 50 വർഷമായിട്ട് നിൽക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞു. ഈ മഞ്ചാടിക്കുരു എങ്ങനെയാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ എത്തിയത്? മഞ്ചാടിക്കുരു എത്തിയത് ഭഗവാന് ചെറുപ്പം മുതലേ മഞ്ചാടിക്കുരുവിലും ഗോപികമാരുമായിട്ടുള്ള നൃത്തത്തിലും ആ സമയത്തൊക്കെ ഇതിലാണ്, മഞ്ചാടിക്കുരുവിലാണ് അദ്ദേഹം നൃത്തം ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഐതിഹ്യമായിട്ട് എല്ലാ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിലും ഈ മഞ്ചാടിക്കുരു വെച്ച് കൊണ്ടിരിക്കുന്നത്. ഈ മഞ്ചാടിക്കുരുവിൽ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കുരുത്തക്കേട് കൂടുമെന്ന് പറയുന്നത് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല, ഞാനും കേട്ടിട്ടുണ്ട്, പക്ഷേ അനുഭവങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ എല്ലാവരും വന്ന് വരുന്ന അതിൻ്റെ ഒരു ഐശ്വര്യം ഉണ്ടാവും എന്നുള്ള പറഞ്ഞ പോലെ ഇവരുടെ അനുഭവത്തിന് അസുഖങ്ങളും മാറും, അല്ല ഉണ്ടാവും. സത്യമാണ്. ചേട്ടാ, ഈ മഞ്ചാടിക്കുരുവിന്റെ എന്താണ് ശ്രീകൃഷ്ണൻ ഇതുമായിട്ട് പ്രത്യേകത എന്ന് തോന്നുന്നു? ശ്രീകൃഷ്ണന് ഈ ആൾക്കാരെ തിരക്കും ഭക്തിയും പ്രാർത്ഥനയൊന്നും ഒരുപാട് ഇട്ടാല്. അപ്പോൾ ഉണ്ണികൃഷ്ണനോട് തരത്തിന് കളിക്കാൻ ആളില്ല. അപ്പം അങ്ങനെ ഒരു കൊച്ചുകുട്ടി ഓടി ഒന്നിങ്ങനെ കളിക്കണമെമ്പോൾ കൂട്ടുകൂടി ഉണ്ണിക്കണ്ണനുമായിട്ട് കളിക്കും. അപ്പോൾ അത് കാണുമ്പോൾ സന്തോഷം. അപ്പോൾ ഉണ്ണിക്കണ്ണനും ആ കൊച്ചിന് മുഖം കാണുമ്പോൾ അറിയാം ഈ ദൈവികമായിട്ടുള്ള ഒരു ആനന്ദം കാണാൻ പറ്റും. കുട്ടി അങ്ങനെ കളിക്കുന്നത് അതറിയില്ല. ഒറ്റയ്ക്കിരിക്കുകയാണ് ഇതെല്ലാം ഈ അപ്പോൾ കൂടെ വരുമ്പോഴേക്കും റിലാക്സ് ആയി. അതായത് ബാക്കിയുള്ളവരെല്ലാം ഭഗവാനെ തൊഴുമ്പോൾ ഭഗവാന്റെ കുട്ടിത്തം ഈ കുഞ്ഞുങ്ങളുമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഈ മഞ്ചാടിക്കുരുവിൻ്റെ ഐതിഹ്യവും അതിൻ്റെ ആ ഒരു കളിയും ഒക്കെ അതാണ്. ശ്രീകൃഷ്ണൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിനോദമാണത്. തിരുവനന്തപുരം അമ്പലമുക്കിലുള്ള ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും ക്യാമറമാൻ സന്തോഷിനൊപ്പം സന്ദീപ്, News 18.